ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. പ്രവർത്തനം ഒന്ന് നോക്കൂ. ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻസാണ് അതിലുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി ചെയ്ത് നോക്കാം കേട്ടോ. എന്താണ്? ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളുടെ പേരെഴുതുക എന്നാണ് പറയുന്നത്. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതെല്ലാമാണ്? ശബ്ദോർജം, വൈദ്യുതോർജം, താപോർജം അല്ലേ? അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയും. ഇനി ബി നോക്കൂ. അടുപ്പിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉയരം കുറഞ്ഞതും വായുസഞ്ചാരം നിയന്ത്രിക്കാവുന്നതുമായ അടുപ്പുകൾ ഉപയോഗിക്കുക, അഥവാ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് പോലുള്ള കേട്ടോ. 2 വിറക് നന്നായി ഉണക്കി ഉപയോഗിക്കുക. 3 പാത്രം അടുപ്പിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വിടവുകളില്ലാതെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടുപ്പ് നന്നായി കത്താൻ വേണ്ടി സഹായിക്കും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ നൽകിയിരിക്കുന്ന ഇന്ധനങ്ങളെ അവയുടെ അവസ്ഥയ്ക്കനുസരിച്ച് കൂട്ടങ്ങളാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതെല്ലാം ഉണ്ട്? വിറക്, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ, ബയോഗ്യാസ്, നാഫ്ത, കൽക്കരി, LPG. അപ്പോൾ ഏതെല്ലാം മക്കളെ അവസ്ഥകൾ ഏതെല്ലാമാണ്? ഖരം, വാതകം, ദ്രാവകം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടേബിളൊക്കെ വരച്ച് ഖരം, ദ്രാവകം, വാതകം എന്ന് എഴുതിയിട്ട് ഇതിലുള്ള ഇന്ധനങ്ങളെ ഓരോന്നോരോന്നായിട്ട് കൂട്ടങ്ങളാക്കാം കേട്ടോ. ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ. ഖരം ഏതെല്ലാമാണ്? വിറകും കൽക്കരിയും. ദ്രാവകം മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത. വാതകം ബയോഗ്യാസ്, LPG. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2A ആണ്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എടുത്തെഴുതുക. പ്രസ്താവന 1, സസ്യങ്ങൾ ശ്വസനത്തിനായി ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. പ്രസ്താവന 2, ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ഇതിലേതാണ് കറക്റ്റ്? പ്രസ്താവന 2 ആണ് കേട്ടോ. പ്രസ്താവന 1 ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വേണ്ടത് കേട്ടോ. ഇനി ബി നോക്കൂ. 2 കുട്ടികൾ അവിടെ ഉണ്ടല്ലേ. മരത്തിൽ വളരുന്ന മൂടില്ല താളി ആ മരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നില്ല. മരത്തിൽ മരവാഴ ഉണ്ടായാൽ ആ മരം നശിച്ചു പോകുന്നില്ല. 2 കുട്ടികൾ സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്താണ് ചോദ്യം? കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ. ഏത് കുട്ടി പറയുന്നതാണ് ശരി? എന്തുകൊണ്ട്? ഏത് കുട്ടി പറയുന്നതാണ് മക്കളെ ശരി? യെസ്, രണ്ടാമത്തെ കുട്ടി പറയുന്നതാണല്ലേ. മരത്തിൽ മരവാഴ ഉണ്ടായാൽ ആ മരം നശിച്ചു പോകുന്നില്ല. കാരണം എന്താണ്? മൂടില്ല താളി ഒരു പൂർണ്ണ പരാതി സസ്യമാണ്. ഇത് ആതിഥേയ സസ്യത്തിൽ നിന്നും ആഹാരവും ജലവും വലിച്ചെടുക്കുന്നു. ഇത് ക്രമേണ ആ മരത്തിന്റെ വളർച്ചയെ ബാധിക്കുകയോ മരം നശിച്ചു പോകാൻ കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. സി, ഒരു ആഹാര ശൃംഖലയിലെ വിവിധ കണ്ണികൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ ശരിയായ രീതിയിൽ ക്രമീകരിച്ചെഴുതുക എന്നാണ് പറയുന്നത് കേട്ടോ. കുറുക്കൻ, പുല്ല്, കോഴി, കഴുകൻ, പുഴു. ഇതെങ്ങനെയായിരിക്കും മക്കളെ ശരിയായി നമുക്ക് ക്രമീകരിച്ചെഴുതാൻ വേണ്ടി കഴിയാം? പുല്ല് പുഴു തിന്നും, പുഴുവിന് കോഴി കഴിക്കും, കോഴിയെ കുറുക്കൻ പിടിക്കും, കുറുക്കനെ കഴുകൻ തിന്നും അല്ലേ? അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അതിൽ 3 നോക്കൂ. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വായിക്കൂ. പ്രസ്താവന 1, ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. പ്രസ്താവന 2, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനാണ് ലായനി. ഇതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എ, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ബി, പ്രസ്താവന 2 മാത്രമാണ് ശരി. സി, പ്രസ്താവന 1 മാത്രമാണ് ശരി. ഡി, പ്രസ്താവന 1ഉം 2ഉം ശരിയല്ല. അപ്പോൾ ഏതൊക്കെയാണ് മക്കളെ ശരി? ബി ആണല്ലേ കറക്റ്റ് ഉത്തരം. പ്രസ്താവന 2 മാത്രമാണ് ശരി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അല്ലേ. ഇനി ബി നോക്കൂ. വസ്തുക്കളുടെ ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ്? ലീനത്തിന്റെ തരികളുടെ വലിപ്പം, ലായകത്തിന്റെ അളവ്, താപനില അഥവാ നമ്മൾ ചൂടാക്കുന്നത്, പിന്നെ ഇളക്കുന്നത്. ഇതെല്ലാം വസ്തുക്കളുടെ ലയന വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ലൈഫ് ബെൽറ്റുകൾ, ലൈഫ് ജാക്കറ്റുകൾ എന്നിവയുടെ നിർമ്മാണം, ചങ്ങാടങ്ങൾ, തോണികൾ എന്നിവയുടെ നിർമ്മാണം, മീൻപിടുത്ത വലകളിൽ ഉപയോഗിക്കുന്ന ഫ്ലോട്ടുകൾ. ഇതെല്ലാം എന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയതാണ് കേട്ടോ. ഇനി 4 നോക്കൂ. എ, താഴെ തന്നിട്ടുള്ളവരിൽ സൂക്ഷ്മജീവികൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ആണ് നോക്കൂ. വൈറസ്, ഈച്ച, ഫംഗസ്, ബാക്ടീരിയ. ഏതാണ്? ഈച്ചയാണല്ലേ. ഇനി അതിൽ ബി,
രോഗകാരികളായ സൂക്ഷ്മജീവികളെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. 2 രോഗാണുവാഹകരുടെ പേരെഴുതുക. ഏതെല്ലാമാണ്? ഈച്ച, കൊതുക് അല്ലേ? ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ. കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം അഥവാ ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ എന്നിവയിൽ. ശരിയായി മൂടാത്ത ടാങ്കുകളും സെപ്റ്റിക് ടാങ്കുകളും, ഒഴുക്കില്ലാത്ത ഓടകൾ, ഇതെല്ലാം എന്താണ്? കൊതുക് പെരുകാൻ ഇടയാക്കൂട്ടോ. ഇനി അടുത്തത് നോക്കൂ. 5. ഈ ചോദ്യത്തിന് 5A 5B എന്നീ 2 ഭാഗങ്ങളുണ്ട്. 5A 5B എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വൈദ്യുത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വായുമലിനീകരണം കുറയ്ക്കുന്നു, പുക പുറന്തള്ളുന്നില്ല അല്ലേ? ശബ്ദ മലിനീകരണം കുറവാണ്, ഇന്ധന ചിലവ് കുറക്കാം അഥവാ പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കാം. കറണ്ട് കൊണ്ടല്ലേ ഓടുന്നത്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വായിക്കൂ. പ്രസ്താവന എന്താണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ സ്രോതസ്സുകൾ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല. കാരണം ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇതിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. എ, പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. പ്രസ്താവനയും കാരണവും ശരിയല്ല. ഏതാണ് മക്കളെ ശരിയായത്? 1 ആണല്ലേ. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഊർജ സ്രോതസ്സുകളിൽ സൂര്യപ്രകാശവും കാറ്റൊക്കെ നമുക്ക് പുതുക്കാൻ വേണ്ടി കഴിയും അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തിനൊക്കെയാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്നത്? ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സാധിക്കുന്നു, പാചകത്തിന് ആവശ്യമായ ഇന്ധനം ലഭിക്കുന്നു, പ്ലാന്റിലെ അവശിഷ്ടം മികച്ച വളമായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അല്ലേ? ഇനി 5B ആണ് നമുക്ക് നോക്കാനുള്ളത്. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ കാര്യങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ 2 പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. കൊക്കിന്റെ പ്രത്യേകത, കാലുകളുടെ പ്രത്യേകത. പിന്നെന്തെല്ലാം ഉണ്ട് മക്കളെ പക്ഷികളിൽ വ്യത്യസ്തമായിട്ട്? ആവാസ വ്യവസ്ഥ വ്യത്യസ്തമാണല്ലേ, അഥവാ അതിന്റെ കൂടുകൾ. പിന്നെയോ ഭക്ഷണം വ്യത്യസ്തമാണ്, ഭക്ഷണ രീതി അല്ലേ? ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ജീവികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? രൂപാന്തരണം പ്രാണികളുടെ ജീവിത ചക്രത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. മനുഷ്യൻ സസ്തനി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. ആമ ഒരു ഉഭയജീവിയാണ്. ഇത് ഏതാണ് ശരി എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ബി, പ്രസ്താവന 2ഉം 3ഉം ശരിയാണ്. സി, പ്രസ്താവന 3ഉം 4ഉം ശരിയാണ്. ഡി, പ്രസ്താവന 1ഉം 4ഉം ശരിയാണ്. ഏതാണ് മക്കളെ ഇതിൽ കറക്റ്റ് ആയിട്ട് വന്നത്? ബി ആണല്ലേ. പ്രസ്താവന 2ഉം 3ഉമാണ് ശരി. മനുഷ്യൻ സസ്തനി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. അതുപോലെ സമൂഹമായി ജീവിക്കുന്ന ജീവിയാണ് ഉറുമ്പ്. ഇത് 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. സി, താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ ശരിയായ രീതിയിൽ പട്ടികപ്പെടുത്തുക. കാക്ക, മരംകൊത്തി, പശു, ഡോൾഫിൻ, പ്രാവ്, പൂച്ച. പ്രസവിക്കുന്നവ പിന്നെ ഏതായിരിക്കും? മുട്ടയിടുന്നവയായിരിക്കും അല്ലേ? ഏതെല്ലാമാണ് മുട്ടയിടുന്നത്? കാക്ക എന്ന് തന്നിട്ടുണ്ട്. പിന്നെ മരംകൊത്തി, പ്രാവ്, ഇത് 3ഉമാണ് മുട്ടയിടുന്നവ. പ്രസവിക്കുന്നവ ഏതെല്ലാമാണ്? പൂച്ച, പശു, ഡോൾഫിൻ, ഇത് 3ഉം പ്രസവിക്കുന്നവയായിരിക്കും കേട്ടോ. ഇനി 6ാമത്തെ നോക്കൂ. 6ഉം എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വായിക്കുക. ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവന എന്താണ്? തലയുടെ മുൻവശത്ത് കണ്ണുള്ള ജീവികൾക്ക് വസ്തുവിന്റെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം അവർക്ക് 2 വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാകുന്നു. ഇനി ഓപ്ഷൻസ് നോക്കൂ. 1, പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. 2, പ്രസ്താവനയും കാരണവും ശരിയാണ്. 3, പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. 4, പ്രസ്താവനയും കാരണവും തെറ്റാണ്. ഏതാണ് മക്കളെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ് അല്ലേ? ഇനി അതിലെ ബി നോക്കൂ. കാഴ്ചയ്ക്ക് വെല്ലുവിളി ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേരെഴുതുക. ഏതെല്ലാം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? ബ്രെയിൽ ലിപി ഉണ്ട്, വെളുത്ത വടി, അതുപോലെ സ്ക്രീൻ റീഡിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. സി, കണ്ണിന്റെ ആരോഗ്യത്തിനായി നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്ന സെമിനാറിൽ അവതരിപ്പിക്കാനായി 4 ആരോഗ്യശീലങ്ങൾ നിർദ്ദേശിക്കുക. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 4 എണ്ണം നമുക്ക് എഴുതാട്ടോ.
മങ്ങിയ വെളിച്ചത്തിലോ അമിത വെളിച്ചത്തിലോ ഇരുന്ന് വായിക്കാതിരിക്കുക. വിറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ അഥവാ ക്യാരറ്റ്, ഇലക്കറികൾ എന്നിവ ധാരാളമായി കഴിക്കുക. കണ്ണുകൾ ഇടയ്ക്കിടെ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. TV, മൊബൈൽ എന്നിവ അധിക നേരം നോക്കാതിരിക്കുക. കൃത്യമായ ദൂരപരിധി പാലിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 6B. താഴെ പറയുന്ന ജീവികളുടെ അവയവവും പ്രത്യേക കഴിവുമടങ്ങിയ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ജീവി, അവയവം, പ്രത്യേക കഴിവ്. മുതല, ത്വക്ക്. മുതലയുടെ ത്വക്കിന്റെ പ്രത്യേക കഴിവ് എന്താണ്? സ്പർശനശേഷിയാണല്ലേ. അടുത്തത് നായാണ്. പ്രത്യേക കഴിവ് കേൾവിയാണ്. കേൾക്കാൻ സഹായിക്കുന്നത് എന്താണ്? ചെവിയാണ്. അടുത്ത ജീവി കരടി, മൂക്ക്. മൂക്കിന്റെ പ്രത്യേക കഴിവ് മണത്തറിയാനുള്ള കഴിവാണല്ലേ. അടുത്തത് പരുന്ത്. പ്രത്യേക കഴിവ് ദൂരക്കാഴ്ചയാണ്. കാണാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? കണ്ണാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കടുവ, സിംഹം തുടങ്ങിയ ജീവികൾക്ക് തലയുടെ മുൻവശത്താണ് കണ്ണുകൾ കാണപ്പെടുന്നത്. ഇത് ഏത് രീതിയിലാണ് അവയ്ക്ക് സഹായകമാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. കടുവ, സിംഹം എന്നിവയുടെ കണ്ണുകൾ തലയുടെ മുൻവശത്തായതുകൊണ്ട് അവയ്ക്ക് വസ്തുക്കളെ കൃത്യമായി ഫോക്കസ് ചെയ്യാനും ദൂരം കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇത് ഇര പിടിക്കുന്നതിന് അവയെ സഹായിക്കുന്നു അല്ലേ. ഇനി അടുത്ത C ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കണ്ണിനെ ബാധിക്കാത്ത രോഗമേതാണ്? തിമിരം, ഗ്ലോക്കോമ, ദീർഘദൃഷ്ടി, എക്സിമ. ഏതാണ് മക്കളെ കണ്ണിനെ ബാധിക്കാത്തത്? എക്സിമയാണല്ലേ. അതൊരു ത്വക്ക് രോഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്